ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. വെള്ളമില്ലാതെ വലഞ്ഞ് തലസ്ഥാനം. പൈപ്പിൽ കൂടെ വെള്ളം വന്നിട്ട് 3 ദിവസമായി. ഒരു തുള്ളി വെള്ളം കിട്ടാന്ന് പറഞ്ഞില്ല. കുട്ടികൾക്ക് പോലും ഒന്നിനും വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടേത്. ഈ ടാപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് കുടിക്കുകയാണ്. ചേട്ടാ, വീട്ടിൽ ഒട്ടും വെള്ളമില്ല. എത്ര ദിവസമായി? 3 ദിവസമായി വെള്ളമില്ല. ഇല്ല വെള്ളമേ ഇല്ല. വെള്ളമില്ല, കുളിക്കാൻ പറ്റില്ല, ബാത്റൂമിൽ പോകാൻ പറ്റില്ല, പല്ല് അയക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അടിയന്തരമായിട്ട് ഇതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ എത്രയും പെട്ടെന്ന് ഈ മാഫിയകളെ കണ്ടെത്തിയിട്ട് ഇതിൽ നിന്ന് വെള്ളം ജനങ്ങൾക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം ചെയ്യണം. കുടിക്കാൻ പോലും വെള്ളം കിട്ടാതെ 4 നാൾ തിരുവനന്തപുരം നഗരവാസികൾ വലയുകയാണ്. റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് ശുദ്ധജല വിതരണ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റാനുള്ള ജോലി നീണ്ടുപോയതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്ന് വൈകുന്നേരത്തോടെ ജലവിതരണം പൂർണ്ണമായി ഉറപ്പാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 60 രൂപ വെള്ളം 70 രൂപ കൊടുത്ത് ഓരോ ഫ്ലാറ്റിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്കർ ഇന്നലെ ഒരു ടാങ്കർ വന്നിട്ട് കൈമനം തൊട്ട് 1/2 കിലോമീറ്റർ ദൂരത്തോളം റോഡ് സൈഡിലുള്ളവർക്കാണ് വെള്ളം കിട്ടിയത്. ഒരു 500-ന്റെ ടാങ്ക് ഉള്ളത് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചെലവാക്കി. ഇപ്പോൾ വെള്ളമേ ഇല്ല, ഒരു തുള്ളി പോലും ഇല്ല. പരീക്ഷയാണ് കുട്ടികൾക്കെല്ലാം. റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി പോകുന്ന 500 mm 700 mm പൈപ്പുകളുടെ അലൈൻമെന്റ് മാറ്റാൻ 5-6 തീയതികളിൽ പമ്പിംഗ് നിർത്തുമെന്നായിരുന്നു ജല അതോറിറ്റിയുടെ അറിയിപ്പ്. എന്നാൽ 4 ദിവസമായി തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള പ്രതിസന്ധി തുടരുകയാണ്. CAT റോഡിലും കുഞ്ചാലുമൂട്ടിലും ശുദ്ധജല വിതരണ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റുന്ന പ്രവൃത്തി ഇന്നലെ ഉച്ചയോടെ പൂർത്തിയാക്കി. പമ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ ചോർച്ച കണ്ടതോടെ വീണ്ടും ജലവിതരണം മുടങ്ങി. അറ്റകുറ്റപ്പണി പുരോഗമിക്കുകയാണ്. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ തീവ്ര ശ്രമം നടക്കുന്നതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. വലിയ ജാഗ്രതയോടുകൂടി ഇതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ പോലും ടെക്നിക്കലായിട്ട് വന്ന ചില ബുദ്ധിമുട്ടുകൾ ജനങ്ങളോട് തന്നെ സത്യത്തിൽ വലിയ വിഷമം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാൻ എന്നെ പലരും വിളിച്ചു, പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ജാഗ്രത പുലർത്താനായിട്ട് ശ്രദ്ധിക്കും. ഇന്ന് നമുക്ക് നല്ല ശതമാനം പൂർണ്ണമായിട്ടും വെള്ളം എത്തിക്കാൻ കഴിയും ഈവനിങ്ങോടുകൂടി. ജലവിതരണം മുടങ്ങിയ വാർഡുകളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും പ്രതിസന്ധി തുടരുകയാണ്. കൂടുതൽ ടാങ്കറുകൾ സജ്ജമാക്കുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. പൂർണ്ണമായി സർക്കാരും നഗരസഭയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രയാസത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. അതിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകുക എന്നുള്ളതാണ്. അതിന് പരമാവധി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വന്നിട്ടുള്ള പോരായ്മകൾ കൂടുതൽ ഇടപെട്ട് നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. പാചകം ചെയ്യാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് നഗരത്തിലെ പലയിടങ്ങളിലും. ഹോട്ടലുകൾ അടച്ചിടേണ്ട അവസ്ഥ പോലുമുണ്ടായി. 24 തിരുവനന്തപുരം.